ഹലോ ഗൈസ്, അസ്സലാമു അലൈക്കും. പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മളിതെന്ന് പറയുകയാണെങ്കിൽ ഞാൻ നല്ല കേബേജ് ഉപ്പേരി ഉണ്ടാക്കുകയാണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾക്ക് ഇവിടെ എല്ലാവർക്കും പനിയായിരുന്നു. പനി കഴിഞ്ഞാണ്ട് എല്ലാവരും എന്താ ഇന്നാണ് ഇപ്പോൾ ചുമക്കട കണ്ടില്ലെങ്കിൽ ഇന്നാണ് ഇപ്പോൾ സ്കൂളിലൊക്കെ പോലൊക്കെ തുടങ്ങി ഇരുന്നതൊക്കെ. അപ്പോൾ എന്താ പറയുക, നല്ല അടിപൊളി എന്താ സാധാ ചോറ് വേണം പറഞ്ഞു. അപ്പോൾ ആ ഒരു ഇതാണ് ചോറ് ഇതാക്കണം കേട്ടോ. നമ്മൾ നോമ്പ് തുറക്കാൻ വേണ്ടിക്കാണ്ടാണ് ചോറ് റെഡിയാക്കിക്കണത്. അപ്പം അതേ അടിക്ക് ഇതാക്കണം. ഞാൻ ഉപ്പേരി കേബേജ് ഉപ്പേരി ഉണ്ടാക്കണം. മുരിങ്ങ ഉണ്ടോ നല്ല നമ്മൾ മഴ പെയ്ത് ഫസ്റ്റ് മഴ ഇട്ടിട്ട് വരും. മഴ പെയ്ത് കഴിഞ്ഞിട്ട് തൂമ്പ് പോലത്തെ മുരിങ്ങ കിട്ടിയതാട്ടോ. അപ്പോൾ ഈ മുരിങ്ങ വെച്ചിട്ട് പരിപ്പും മുരിങ്ങയും കറി ഉണ്ടല്ലോ, അതൊന്നും ഉണ്ടാക്കാമെന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ നമ്മളെ വീഡിയോ കാണുകൾ അപ്പോൾ എന്നും ഇപ്പം നമ്മൾ പത്തിരി വേറെ വേറെ ഇതായിട്ട് വേണം. അപ്പോൾ ഇന്ന് വർക്ക് ഇത് വേണമെന്നാണ് പറഞ്ഞത്. അപ്പോൾ ഇന്ന് ഇത് ഞാൻ റെഡിയാക്കണം. അപ്പോൾ തീക്കിഞ്ഞ് ഇപ്പോൾ എനിക്ക് ചിക്കൻ ഇവിടെ ഉണ്ട്, ബീഫ് എനിക്ക് തീക്കിഞ്ഞ് ഉണക്കമീൻ കിട്ടണം. അതൊന്ന് ഞാൻ സെറ്റ് ചെയ്യാം കേട്ടോ. അതാക്കണേ ഞാൻ നമുക്ക് ഈ പരിപ്പും മുരിങ്ങയും കറി വെക്കാം കേട്ടോ. കുറച്ച് പത്തിരി ഇവിടെ ഇതാക്കണേ ഞാൻ റെഡിയാക്കി വെച്ചത്. കുറച്ച് പത്തിരി ഉണ്ടാക്കുന്നുണ്ട്. ഇതാക്കണേ ഞാൻ വെള്ളത്തിലിട്ട് വെച്ചത് കേട്ടോ. നല്ല കഴുകി റെഡിയാക്കി വെള്ളത്തിലൊക്കെ റെഡിയാക്കി വെച്ചതാണ്. അപ്പോൾ ആദ്യം നമുക്ക് പരിപ്പ് ഒന്ന് വേവിച്ചെടുക്കാം. ഇനി ഇതാക്കണേ വെളുത്തുള്ളി പച്ചമുളകും ആവശ്യത്തിനനുസരിച്ച് മഞ്ഞൾപ്പൊടി, ഇനി ഉപ്പ് ആവശ്യത്തിനനുസരിച്ച് ആഡ് ചെയ്യാം കേട്ടോ. നമുക്കിത് അടച്ച് വെച്ചിട്ടാണ് വേവിക്കാം കേട്ടോ. അതേപോലെ ഇതിലൊരു ഇച്ചിരി നമ്മൾ ജീരകം ഉണ്ടല്ലോ, നല്ല ജീരകം കുറച്ച് ഞാൻ ആഡ് ചെയ്യട്ടെ കേട്ടോ. എനിക്കെല്ലാം ഇഷ്ടമാണ്. ഞാൻ അങ്ങനെ ഇത് കറി വെച്ചിട്ട് കൂട്ടിയിട്ടെല്ലാം ഇഷ്ടപ്പെടുന്നുണ്ട്. അപ്പോൾ കറി കുറച്ച് ജീരകം വെച്ച് ആഡ് ചെയ്യാണ്. അപ്പോൾ ഇതാക്കണത് തിളച്ചു കേട്ടോ. തിളച്ചാണ് ഞാൻ അടപ്പെടുത്തത്. അപ്പോൾ തക്കാളി ഒന്ന് ഞാൻ അതിലേക്ക് സെൻറ്റാക്കി തക്കാളി ഒന്ന് കട്ട് ചെയ്ത് ഇടട്ടെ കേട്ടോ. അപ്പോൾ വേറൊരു രീതിയിൽ ഞാൻ ഇങ്ങനെ വർക്കിൻ്റെ രീതിയിലാണ് ഇപ്പോൾ എൻ്റെ ഇതിങ്ങനെ പോയത്, സെൻറ്റാക്കലും ഇതാക്കലൊക്കെ. ഇതാക്കണേ നല്ലോണം നമ്മളെ ഇത് അത്യാവശ്യം തക്കാളിയൊക്കെ ഇതിൽ ഒന്ന് വെന്തു കേട്ടോ. നല്ലോണം വെന്തേ. ഇനി നമുക്ക് എന്ത് ചെയ്യാന്നറിയാം, മുരിങ്ങൻ്റെ ലീഫ് ഇടാം. ഇത്ര ഇട്ടുള്ളൂ, ഞങ്ങൾക്ക് ആവശ്യത്തിനനുസരിച്ച് ഇടുന്നുള്ളൂ. ബാക്കി ഞാൻ എടുത്തു വെക്കും. ഇപ്പോൾ പരിപാടിയാണ്. നമ്മളെ പത്തിരിക്കൊക്കെ കൂട്ടാൻ പറ്റും എനിക്കറിയില്ല കേട്ടോ. ടേസ്റ്റ് ഉണ്ടാവുമായിരിക്കും. ഓക്കെ, കറിനെ നമുക്ക് ഇങ്ങോട്ടൊന്ന് മാറ്റാം. ഈ അടുപ്പിൽ വെക്കാം കറിനെ. എന്നിട്ട് നമുക്ക് പത്തിരി ഇവിടെ ഇനി നമുക്ക് പത്തിരി ഓരോന്നായിട്ട് ഇങ്ങനെ ചുട്ടെടുക്കാം കേട്ടോ. അപ്പം എന്താ പറയുക, പത്തിരി നമ്മൾ ചുടണമെന്ന് പറയാൻ പറഞ്ഞില്ലേ. ഇനിയിപ്പോൾ നോമ്പ് തുറക്കുമ്പോൾ കഴിക്കുകയാണെങ്കിൽ കഴിക്കാം. അല്ലെങ്കിൽ പൊലച്ചക്ക് ഉണ്ടല്ലോ, പൊലച്ചക്ക് പൊലച്ചക്ക് എല്ലാവർക്കും പത്തിരിയാണ് ആവശ്യം. പത്തിരിയോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കടികളാണ് ഇഷ്ടം. അപ്പോൾ ഇതിൽ ചോറ് അങ്ങനെ കഴിക്കൂല. അപ്പോൾ ഇന്ന് എന്താണെന്ന് പറയുക, ചോറ് ഇങ്ങനെ നമുക്ക് സാധാരണ നമുക്ക് നോമ്പ് തുറക്കാം കളക്കണം. നോമ്പ് തുറക്കുമ്പോൾ നമുക്ക് ചോറാകും ചെയ്യാം. പത്തിരി കഴിക്കുമ്പോൾ ഒരു പത്തിരി കഴിക്കാം. പിന്നെ നിങ്ങളെ വീട്ടിലൊക്കെ മഴയൊക്കെ ഉണ്ടോ? എല്ലാവരും നാട്ടിൽ കൂടി മഴയൊക്കെ ഉണ്ടോ? നമുക്കൊക്കെ നല്ല മഴ കിട്ടിട്ടോ. നല്ല മഴ കിട്ടിയാണ്, 2 മഴ കിട്ടിയത്. കറി കണ്ടങ്ങൾ കറി തിളച്ചു നല്ലോണം ഇങ്ങോട്ട് ഇതാക്കട്ടെ. കുറച്ച് ഇങ്ങോട്ട് ഞാൻ ഒന്ന് ഈ അടുപ്പിലാകുമ്പോൾ ഈ ഒരു ലെവലിൽ ഇങ്ങനെ തിളച്ച് വരും. അപ്പോൾ ഇങ്ങനെ തിളക്കട്ടെ വിചാരിച്ചിട്ട്. അപ്പം നമ്മുടെ മുരിങ്ങാക്കറി ആയിട്ടോ. ഇത്രയേ ഉള്ളൂ. വേണ്ടത് സിമ്പിളായിട്ട്, സോ സിമ്പിൾ അറിയില്ലേ. ആ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റിയിട്ടൊരു റെസിപ്പി തന്നെയാണിത്. അത് ഒഴിച്ച് കഴിക്കുമ്പോൾ ഈ കരിയുന്നുണ്ട്. ഒഴിച്ച് കഴിക്കാനും ടേസ്റ്റ് ആയിരിക്കും. ഒരു സൈഡിൽ ഇങ്ങനെ പറഞ്ഞിങ്ങനെ കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും. പിന്നെ നമുക്ക് ഉണക്കൽ മീനും കൂടി ഞാൻ സെറ്റാക്കിയിരിക്കണം കേട്ടോ ഇതിൽ. അപ്പം ഞാൻ ഇതൊന്ന് വറവിടണം, ഒന്ന് മാറ്റി ഇങ്ങോട്ട് അടുത്തുനിന്ന് താഴത്തേക്ക് എടുത്ത് വെക്കട്ടെ കേട്ടോ. നല്ല ചട്ടി ഇവിടെ തന്നെ വെച്ചേക്കണം. അതിൽ ഞാൻ കൊച്ചുള്ളി ഇങ്ങനെ കൊത്തി അരിഞ്ഞ് വെച്ചിരിക്കണം കേട്ടോ. അപ്പത്തിന് ഇവിടെ ഇങ്ങനെ കൈയുണ്ട്. എല്ലാം പാടെ ഒപ്പം നടത്തുകയാണ് ഞാൻ ചെയ്യുന്നത്. എല്ലാം ഒരുമിച്ച്, എല്ലാം ഒരു കൂടെ കീഴ് കറിയില്ലേ, അതേപോലെ എല്ലാം ഒരുമിച്ചാണ് ചെയ്യുന്നത്. നമ്മൾ വിചാരിച്ചാൽ നടക്കാത്തതില്ല എന്ന് പറയുന്നത്. പെട്ടെന്ന് കാര്യങ്ങൾ ചെയ്യാം. അതിനെല്ലാം മനസ്സ് വേണം കേട്ടോ, എന്നാലേ ചെയ്യാൻ കഴിയുള്ളൂ. അപ്പൊ ഇതിങ്ങനെ ഇനി ചൂടായി വരട്ടെ. പൊള്ളച്ച് വരുന്നുണ്ട് നിങ്ങൾ, നല്ല അടിപൊളിയായിട്ട് പൊള്ളച്ച് വരും. നമ്മളെ കൈ കൊണ്ട് വരത്തിയതാണ്. ഒരു പ്രസ് ഇല്ല, പ്രസ് വെച്ച് നടൊന്നും ചെയ്തിട്ടില്ല. പ്രസ് ഇല്ല എന്നല്ല, പ്രസ് ഒന്നും വെച്ച് ചെയ്തിട്ടില്ല, വെറും കൈയോട്ട്. പിന്നെ ചൂട് കൂടുമ്പോൾ എന്താ അറിയോ, പെട്ടെന്ന് ഇങ്ങോട്ട് മഞ്ഞ കളർ ആവി വരും കേട്ടോ. അപ്പം നമ്മൾ ശ്രദ്ധിക്കണം. പത്തിരി ചൂടുമ്പോണ സമയത്ത് ശരിക്കും ആളി കത്തിക്കാൻ പാടില്ല. ആളി കത്തിച്ചാൽ അതിൻ്റെ കൂടെ ഇങ്ങനെ നിൽക്കണം. എന്നിട്ട് പെട്ടെന്ന് മറിച്ചിടണം. നമ്മളെ കൊച്ചുള്ളി വറവിട്ടതൊക്കെ ആയിട്ടോ. അപ്പം ഇതിലേക്ക് അടിപൊളിയാണ്. വേറെ ഏത് കറി ഉണ്ടെങ്കിലും മാറി നിന്ന് പോകൂലേ അല്ലേ. ഇനി നമുക്ക്
ഈ പത്തിരിയൊക്കെ ഞാൻ ഈ ഒരു പാത്രത്തൊക്കെ എടുത്തട്ടെ കേട്ടോ. ലാസ്റ്റത്തെ ഇത് ഞാൻ നോക്കിയതുണ്ടോ കഴിഞ്ഞ് വിചാരിച്ചിന് കേട്ടോ. അതിലുണ്ട് ഒന്നുകൂടി ഉണ്ട്. അതിൽ പിന്നെ രണ്ടാമത്തെ പാത്രം വെച്ചിട്ട് ഒന്ന് ഇതാക്കുകയാണ്. കഴിഞ്ഞ് വിചാരിച്ചാൽ ഓ ഇതന്നെ അല്ല ഞാൻ എടുത്തുക്കുന്നതാണ്. ഓക്കെ ഇപ്പൊ തന്നെ ഞാൻ പറയും എന്റെ പെണ്ണിനെ ഇപ്പൊ തന്നെ എന്താ ഇത് കണ്ടിട്ട് കഴിക്കാന്ന് കൊണ്ടുണ്ടോ. ഉണക്കൽ മീൻ വാങ്ങൂല എന്താക്കല്ലേ, വാങ്ങാൻ ഇഷ്ടമാണ്, കഴിക്കാനൊക്കെ ഇഷ്ടമാണ്. പക്ഷെ വാങ്ങിയാല് പുണ്ണ് വരും ഞങ്ങൾക്ക് പെട്ടെന്ന്. ഈ ഉണക്കമീനൊന്നും കഴിച്ചാൽ മതി, പോത്തിന് പുണ്ണിന്റെ മാരി കണ്ട് വരും. അപ്പൊ ഇതധികം വല്ലാതെ കൊണ്ടുപോല. ഇപ്പൊ ഇതൊക്കെ നമ്മളെ മത്തിയില്ലേ, മത്തി തന്നെയാണ് നമുക്ക് കിട്ടി. ഞാൻ അങ്ങനെ പറയലേ കിട്ടുമോ മത്തി കിട്ടുമോ എന്ന് വെച്ചിട്ട് മത്തി ഉണക്കിയത്, ഉണക്കൽ മീൻ. അപ്പം അത് കഴിക്കാൻ ഭയങ്കര അത് ഉണ്ടെങ്കിൽ ചെറിയൊരു കഷ്ണം മതി. അതിൻ്റെ ഒരു കഷ്ണം ഉണ്ടെങ്കിൽ ഇപ്പോൾ ഞങ്ങൾ ഇവിടേക്ക് പോകുമ്പോൾ തന്നെ ഉണക്കൽ മീനിൻ്റെ ഒരു കഷ്ണം ഉണ്ടെന്നുണ്ടെങ്കിൽ വർക്കൊക്കെ ചെയ്യാൻ പോകുന്നിടത്ത് ഉണക്കൽ മീനിൻ്റെ കഷ്ണം ഉണ്ടെന്നുണ്ടെങ്കിൽ അത് പെട്ടെന്ന് ചോറിന് പോകും. ചെന്നപ്പോൾ ഇതിനൊക്കെ ഉണക്കൽ മീൻ റെഡിയാക്കിയപ്പോൾ കരിഞ്ഞ് അല്ലോണം നല്ല കരിഞ്ഞിട്ടില്ല അല്ലേ. എടുത്ത് മാറ്റിക്കട്ടെ. ഇനി ഇതിൽ തന്നെ നമുക്ക് ഉണക്കൽ മീനോട് ഫ്രൈ ചെയ്യാം. ഇതൊക്കെ നല്ല മത്തിയില്ലേ, മത്തി. ഇനി നമുക്ക് ഇവിടെ ഷാജിക്ക് എങ്ങനെയാണോ മുളക് പൊടി ഇടുന്നതിന് പകരം പച്ചമുളക് ഉണ്ടല്ലോ, പച്ചമുളക് ഇട്ടുന്നാണ്ട് അതിന്റെ ഫ്ലേവർ കിട്ടുന്നാണ് ഇഷ്ടം. എനിക്കാണെങ്കിൽ മുളക് പൊടി ഇട്ടുന്നാണ്ട് അവരിങ്ങനെ പൊരിക്കൂലേ, അതും ഇഷ്ടമാണ്. ഇപ്പം ഞാൻ എന്താണെന്ന് അറിയാം, പച്ചമുളക് അതിൻ്റെ അടിയിൽ ഇങ്ങനെ പൊരിക്കുമ്പോൾ ഇട്ട് കൊടുക്കുക ചെയ്യാം. ഉണക്കൽ മീനിലും കാര ഉപ്പിടുക. ഉണക്കൽ മീൻ ഉണക്കണത് എങ്ങനെ ഉപ്പിട്ട് ഉണക്കണതാ? അതല്ലേ ഉണക്കൽ മീൻ കറി വെക്കുമ്പോ പറയാൻ കേട്ടിട്ടില്ലേ എന്താ ഉപ്പ് ആഡ് ചെയ്യുമ്പോ ശ്രദ്ധിക്കണെന്ന്. ഒക്കെ പഠിക്കുന്ന മീനൊന്നിങ്ങനെ എടുത്തുങ്ങാണ്ട് വെറുതെ ഒന്നിങ്ങനെ നാമ വെച്ച് നോക്കിയാല് അപ്പൊ ഉപ്പ് രസം അറിയാം. ഒരു ചമ്മന്തി കൂടി സൂപ്പറായില്ലേ എന്നാല് ചമ്മന്തി വേണ്ട, ഇത് മാത്രം ഉണ്ടായി. ഞാൻ നോക്കട്ടെ, ഇതന്നെ സൂപ്പറാണ്. എൻ്റെ അമ്മ സൂപ്പറാണ് ഞാൻ മാറി. തൈരുണ്ട്, തൈരാണ് കിടക്കുന്നത്. പാല് വാങ്ങിയ പാല് കുടിക്കണില്ല ഉണ്ടോ തൈര്. അപ്പൊ തൈര് നമുക്കൊരു സംഭാരം പോലെ അതുകൊണ്ട് ഉണ്ടാക്കാം. അല്ലോ മുളകിനെ എങ്ങനെയാ മുളകിടുമ്പോൾ ശ്രദ്ധിക്കുക കേട്ടോ. ഇതിൻ്റെ ഇത് അതാ ചാടി പൊട്ടിച്ചറിക്കാൻ സാധ്യതയുണ്ട്. ഇതിന്റെ കുരുവോ? അതിന്റെ കുരു പൊട്ടിത്തെറിക്കും, മേത്ത് തെറിക്കും. ഞാൻ പറഞ്ഞ എന്റെ വീഡിയോയിൽ തന്നെ പറഞ്ഞു, ഞാൻ എനിക്ക് ഇതേമാതിരി എൻ്റെ മാതിരി ഒന്നും അറിയുകയും ഇയാളെ പിന്നെ വരുന്നില്ലേ, ഇത്രയും വരുകയും ഞാൻ ചെറുപ്പത്തിലൊന്നും എൻ്റെ പ്രായത്തിലൊന്നും അടുപ്പത്തേക്കേ വരില്ല. അടുപ്പത്തേക്ക് വന്നുകാണ്ടുള്ള പരിപാടിയേ ഇല്ല. അപ്പൊ അറിയില്ല. എന്നിട്ട് കല്യാണം കഴിഞ്ഞ് ഇതേമാതിരി മുളക് ഇതാക്കിയ ഇവിടക്കത് തെറിച്ച് ഇവിടുത്തെ നെഞ്ഞിന്റെ കൊടുക്കുക, അതേമാതിരി കണ്ണിന്റെ അടുത്തേക്ക് വരെ വരും. അപ്പൊ നമ്മളെ ഇന്നത്തെ നോമ്പിന്റെയും പൊലച്ചന്റെയും രണ്ടും പാട് ഇൻക്ലൂഡ് ചെയ്യുന്നതാണ് ഞാൻ ഇപ്പൊ ഇത് കാണിച്ചത്. അപ്പൊ എല്ലാ പരിപാടിയും കഴിഞ്ഞു. ഇത് പത്തിരി ഉണ്ടാക്കി, ചോറുണ്ടാക്കി, പിന്നെ അതിലേക്ക് താഴെ ഇതാക്കണേ കേബേജ് ഉപ്പേരി ഉണ്ട്, പിന്നെ കുറച്ച് ചിക്കൻ കറി ഉണ്ട്, പിന്നെ അതുപോലെ ഇതാക്കണേ നമ്മള് ഇന്നത്തെ കറി അറിയണതാക്കണേ താരം ഏതാണ് നമ്മളെ മുരിങ്ങ മുരിങ്ങയും പരിപ്പിട്ട കറി, പിന്നെ നമ്മൾ ഇതാക്കണം ഉണക്ക ഡ്രൈ ഫിഷ് കേട്ടോ. അപ്പൊ ഇതൊക്കെ കഴിഞ്ഞ് പണിയെല്ലാം ഒക്കെ റെഡി ആയിട്ടോ. ഇപ്പൊ റെഡി ആയിങ്ങാണ്ട് നമുക്ക് ഒരച്ച വരെ നമ്മൾ റെഡിയാക്കി. മാഷാ അല്ലാ. കാബേജ് കാബേജ് അതിലുണ്ട്. ചിക്കൻ കറിയും അവിടുന്ന് ചൂടാക്കണം. ചിക്കൻ കറി ഇങ്ങനെയല്ലോ സെപ്പറേറ്റ് ആയിട്ട് നമ്മളിപ്പോ എന്താ ഇന്ന് വെച്ചതല്ല, നമ്മൾ ഇന്നലെ ഉണ്ടാക്കിയ ചിക്കൻ കറിയാണ്. അത് ഫ്രിഡ്ജിലാണ്, ഫ്രിഡ്ജിൽ നിന്ന് എടുത്തിട്ട് അതൊന്ന് ചൂടാക്കുക. ഒക്കെ നമ്മളെ പരിപാടികളൊക്കെ കഴിഞ്ഞ് പിന്നെ ഇതൊരു സംഭാരമാക്കിങ്ങാണ്ട് അതൊന്ന് ചെയ്യണം. അത് ചെയ്തിട്ടില്ല. പൊതുവെ നമുക്ക് ഇവിടേക്ക് ഒന്ന് ക്ലീനാക്കി. അപ്പൊ നമ്മളെ ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ. വീഡിയോ കണ്ട് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, കമന്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. കൊച്ചു ബെൽബട്ടൺ ഉണ്ടല്ലോ അടിച്ചമർത്തി പോവുക കേട്ടോ. എല്ലാവരും നമ്മുടെ വീഡിയോ കണ്ട് നിങ്ങൾ സപ്പോർട്ടാക്കണം. സപ്പോർട്ടാക്കിയാലേ നമുക്ക് ഇതിൻ്റെ ഒരു ഇത് കിട്ടുള്ളൂ. ഇനി ഫ്രൂട്ട്സുകളുണ്ട്, കുറച്ച് ഫ്രൂട്ട്സ് വെട്ടി വെക്കണം. ഫ്രൂട്ട്സ് ഒന്നൊക്കെ
ഇതിന് എടുത്ത് മാറ്റി വെച്ചിട്ടില്ല. മാംഗോ ഏ മാംഗോ പിന്നെ ലെമൺ ജ്യൂസൊക്കെ ഇതിൽ ഓൾറെഡി റെഡിയാക്കി വെച്ചിക്കണം. അത് നമ്മളിപ്പോൾ കാണിക്കേണ്ട ആവശ്യമില്ലല്ലോ. മെയിനായിട്ട് ഇപ്പം എന്താണെന്ന് അറിയത്തുള്ളൂ. ഏത് ഇന്നത്തേത് പൊലിച്ചേൻ്റെതും പിന്നെ അതുപോലെ മെയിൻ ഡിഷ് ഇപ്പം എന്ന് പറഞ്ഞത് ഇതൊന്നും ഉണ്ടാക്കുന്നുണ്ട്. എല്ലാവർക്കും ഞങ്ങൾക്ക് ഇവിടെ പനിയായിരുന്നേ. പനിയായിട്ട് ഇന്നാണ് ഒന്ന് റിലാക്സ് ആണ്. അൽഹംദുലില്ലാ. മുന്തിരിയൊക്കെ കൊണ്ടുവന്ന് വെച്ചിട്ട് കഴിക്കാതെ ഇങ്ങനെ വെച്ചിട്ട് എടുത്ത് വെച്ചിട്ടും കൊണ്ടുണ്ടോ ഫ്രൂട്ട്സൊക്കെ അത്